നേതാക്കളുടെ നിസ്സഹകരണത്തെ തുടർന്ന് പുതിയ സംഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കാനാകാതെ കെ.സി. വേണുഗോപാൽ ഡി.കെ. ശിവകുമാർ വഴി കോടികൾ ഇറക്കിയാണ് കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതെന്നാണ് ഉത്തരേന്ത്യൻ നേതാക്കളുടെ ആരോപണം. നിസ്സഹകരണം മൂലം ഓഫീസ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ കെ.സി. വേണുഗോപാലിന് സാധിക്കുന്നില്ല. പുനഃസംഘടനയുടെ ഭാഗമായി ഹരിയാനയുടെ ചുമതല നൽകിയ ഗുലാം നബി ആസാദും അസംതൃപ്തനാണെന്നാണ് സൂചന. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ.സി. വേണുഗോപാലിന്റെ നിയമനം അപ്രതീക്ഷിതമായിരുന്നു. സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞ് കെ.സി. വേണുഗോപാലിനെ നിയമിച്ചതിൽ ഉത്തരേന്ത്യൻ നേതാക്കൾ അമർഷത്തിലാണ്. ഇവരുടെ നിസ്സഹകരണം മൂലം ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള സംഘടനാ ചുമതലകൾ നിർവഹിക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വേണുഗോപാൽ. സ്ഥാനമേറ്റെടുത്ത ദിവസം പോലും ഓഫീസിലേക്ക് എത്തിയത് നാമമാത്രമായ നേതാക്കൾ മാത്രം. കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി.കെ. ശിവകുമാർ വഴി കോടികൾ ഇറക്കി നേടിയ സ്ഥാനം, സോളാർ കേസിലെ പ്രതിയുമായി ബന്ധം, ഇതൊക്കെ വിമർശനമായി പാർട്ടി നേതാക്കൾ തന്നെ വേണുഗോപാലിനെതിരെ ഉന്നയിക്കുന്നു. ഹരിയാനയുടെ ചുമതല കൂടിയാലോചനകളില്ലാതെ ഏൽപ്പിച്ച പാർട്ടി നിലപാടിൽ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദും പ്രതിഷേധത്തിലാണ്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൃദുഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായി പാർട്ടി തന്നെ ഒഴിവാക്കിയെന്ന വിമർശനവും ഗുലാം നബിക്കുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായതിനാൽ നടപടി ഭയന്ന് പരസ്യ എതിർപ്പ് പ്രകടമാക്കാൻ ആരും തയ്യാറല്ല. അതിനാൽ സമാന രീതിയിൽ വേണുഗോപാലോട് നിസ്സഹകരണം തുടരാനാണ് ഉത്തരേന്ത്യൻ നേതാക്കളുടെ ആലോചന. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചേക്കുമെന്നുറപ്പാണ്. ഇതുകൂടാതെ വേണുഗോപാലിന് കേരളത്തിലെ മറ്റ് പ്രധാന നേതാക്കളെക്കാൾ വലിയ ചുമതല ലഭിച്ചതിൽ സംസ്ഥാനത്തെ പല നേതാക്കളും അസംതൃപ്തരുമാണ്. അതിനാൽ സ്ഥാനമോഹികളായ ഗ്രൂപ്പ് നേതാക്കൾ ആലപ്പുഴയിൽ കാലുവാരുമോ എന്ന ഭയവും വേണുഗോപാലിനുണ്ട്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനൊരുങ്ങി മഹാസഖ്യം. 15 മണ്ഡലങ്ങളിൽ ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളാണ് ആദ്യഘട്ട പട്ടികയിൽ പലതും. മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള കോൺഗ്രസിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞുവെന്നതിന്റെ സൂചന കൂടിയാണ് SP-BSP നീക്കം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 1 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തുന്ന രാഹുൽ അന്തരിച്ച MP MI ഷാനവാസിന്റെ വീട് സന്ദർശിക്കും. 3 മണിക്ക് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയേക്കും. ബൂത്ത് തലം മുതലുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. തുടർന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തുന്ന രാഹുൽ ഗാന്ധി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 1 മണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങും. രാഹുലിന്റെ വരവോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച വേഗത്തിലാകുമെന്നാണ് സീറ്റ് മോഹികളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ. കേരള കോൺഗ്രസ് വിടാനൊരുങ്ങി PJ ജോസഫ്. പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര നടക്കുമ്പോൾ നാളെ തിരുവനന്തപുരത്ത് സമാന്തര പരിപാടി വിളിച്ചുകൂട്ടി PJ ജോസഫ്. ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിലാണ് പഴയ ജോസഫ് വിഭാഗത്തിന്റെ ഒത്തുചേരൽ. KM മാണി കേരള യാത്രയ്ക്ക് ശേഷം ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനാക്കാൻ ഇരിക്കെയാണ് പാർട്ടി പിളർത്തി ജോസഫ് പുറത്തുവരാനൊരുങ്ങുന്നത്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരു പിളർപ്പിന്റെ വഴിയിലേക്കാണ് തിരിയുന്നത്. UDFിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ പാർട്ടിക്ക് ലഭിച്ച രാജ്യസഭാ സീറ്റ് സ്വന്തം മകൻ ജോസ് കെ മാണിക്ക് നൽകിയത് മുതലുള്ള കല്ലുകടിയാണ് ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് PJ ജോസഫിനെ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ UDFിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം PJ ജോസഫ് ഉയർത്തിയതിന്റെ പിന്നിലും പാർട്ടി വിടാനുള്ള ഈ തീരുമാനത്തിന്റെ ഭാഗമാണ്. രാജ്യസഭാ സീറ്റ് കിട്ടിയതിനാൽ അധിക സീറ്റ് ചോദിക്കാൻ KM മാണിക്കാവില്ല. ഇതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അധികം സീറ്റ് വേണ്ട എന്ന നിലപാട് മാണി സ്വീകരിക്കേണ്ടി വരും. ഇത് അനുകൂല സാഹചര്യമാക്കി പാർട്ടി വിടാനാണ് PJ ജോസഫിന്റെ നീക്കം. ജോസ് കെ മാണി നടത്തുന്ന കേരള യാത്ര സമാപിക്കുമ്പോൾ പാർട്ടി ചെയർമാൻ സ്ഥാനം PJ ജോസഫിനെ മറികടന്ന് മകന് നൽകാനാണ് KM മാണിയുടെ തീരുമാനം. അതിനു മുമ്പ് തന്റെ ഗ്രൂപ്പിലെ പഴയ നേതാക്കളെ ഒപ്പം നിർത്താനാണ് നാളെ തിരുവനന്തപുരത്ത് PJ ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നതെന്ന് നേരത്തെ ജോസഫിനൊപ്പമുണ്ടായിരുന്ന ആന്റണി രാജു പറയുന്നു. പാർലമെന്റിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അത് മാണി ഗ്രൂപ്പുമായിട്ട് വിട പറയുവാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ജാഥ വടക്ക് നിന്ന് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ PJ ജോസഫ് സാറ് 30-ാം തീയതി ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഈ കേരള യാത്ര കഴിയുന്നതോടുകൂടി മാണി സാറ് ജോസ് കെ മാണിയെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് പാർട്ടി ചെയർമാനാക്കാനുള്ള തീരുമാനം ആ പാർട്ടി എടുത്തിരിക്കുകയാണ്.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മരുമകളെ നിർത്താനാണ് കെ എം മാണിയുടെ ലക്ഷ്യം. ഇത്തവണ ഏറ്റുമാനൂരിൽ മത്സരിക്കണമെന്നായിരുന്നു മോൻസി ജോസഫിനോട് മാണി ആവശ്യപ്പെട്ടത്. പി ജെ ജോസഫിന്റെ ഇടപെടൽ മൂലമാണ് മോൻസിന് മണ്ഡലം നിലനിർത്താനായത്. അതുകൊണ്ട് തന്നെ ജോസഫിനൊപ്പം പഴയ നേതാക്കളെല്ലാം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. മുൻമന്ത്രി കെ എം മാണി പ്രതിയായ ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സമർപ്പിച്ച സത്യവാങ്മൂലം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കെ എം മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസ് നിലപാട്. നിയമം ഭേദഗതി ചെയ്തത് 2018 എന്നാൽ 2014 തന്നെ ബാർകോഴ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സ്വീകരിച്ച ഏതെങ്കിലും നടപടിയല്ല കേസിന് ആധാരമെന്നും അതിനാൽ നിയമ ഭേദഗതിയുടെ ഇളവ് മാണിക്ക് ലഭിക്കില്ലെന്നുമാണ് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചത്. മാണിക്കെതിരെ തുടരന്വേഷണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന VS അച്യുതാനന്ദന്റെ ഹർജിയും തനിക്കെതിരായ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന കെ എം മാണിയുടെ ഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായിയുടെ മറുപടി. ബഹുസ്വരത ഇല്ലാതാക്കി രാജ്യത്തെ ഏകതാരൂപത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാരന്റെ നിരാശയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന് അതേ ഭാഷയിൽ തിരിച്ചടിച്ചായിരുന്നു ബെഫി സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം. രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഏകതാരൂപത്തിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനും BJPക്കും കേരളത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയുള്ള തന്റെ കടന്നാക്രമണം ആരംഭിച്ചത്. ഈ രാജ്യത്തെ ഈ ബഹുസ്വരത ഇല്ലാതാക്കി ഒരു ഏകതാരൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾ, അവർക്ക് ചില്ലറ അസ്വാരസ്യം കേരളത്തെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായേക്കാം. രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി മതനിരപേക്ഷതയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയാത്തതിന്റെ നിരാശയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലെന്നും പിണറായി പുച്ഛിച്ചു. ഇടതുപക്ഷ മനസ്സ്, കേരളത്തിൽ ദൃഢമായി വളർന്നു വന്ന ഇടതുപക്ഷ മനസ്സ്, അതിനെ തകർക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അവർക്ക് ആ കാര്യത്തിൽ തെല്ലും മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ആ നിരാശയിൽ നിന്നാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. സ്വാഭാവികമാണ്, വിഷമം മനസ്സിലാക്കാൻ കഴിയും. ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് സർക്കാരിനോട് നിർദ്ദേശങ്ങൾ നൽകിയത്. ഇതറിയാത്ത ആളല്ല പ്രധാനമന്ത്രി. ആ പദവിയോട് മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ സ്വന്തം അനുയായികൾ കാട്ടുന്ന കോപ്രായങ്ങൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സംസ്കാരം തകർന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ. അതേ രൂപത്തിൽ പിണറായി ഇതിനെ തിരിച്ചടിച്ചു. ഒപ്പം സംഘപരിവാറും BJPയുമാണ് ഇതിനെ തകർത്തതെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. കേരള സംസ്കാരം എല്ലാ രീതിയിലും തകർക്കപ്പെടുന്ന അവസ്ഥയാണ് ശബരിമലയിൽ ഉണ്ടായത് എന്ന് പറയുകയാണ്. കേരളീയ സംസ്കാരം തകർക്കപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായത് എന്ന് ഞാനും അങ്ങോട്ട് പറയുകയാണ്. അതാര് നടത്തി? ആരാണ് അതിന് മേൽനോട്ടം വഹിച്ചത്? ആരാണ് നേതൃത്വം കൊടുത്തത്? അവിടെ ഭക്തകളായി ചെന്നവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ആ ശബരിമലയുടെ സന്നിധാനത്തിൽ RSS നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. അവിടുത്തെ ആചാരങ്ങൾ RSSകാർ ലംഘിക്കുന്നത് കണ്ടു. ഇതെല്ലാം അറിയാത്തയാളല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ കാര്യങ്ങളാണ് കേരളീയ സംസ്കാരത്തെ തകർക്കുന്ന നിലയുണ്ടാക്കിയത്. കേരളത്തെ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു നടത്താനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലൊരു വേദിയിൽ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ലെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനല്ല രാമായണം വായിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ M. ലീലാവതി. രാമായണത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചില കൂട്ടർ രാമക്ഷേത്രം പണിയാൻ നടക്കുന്നത്. ശ്രീരാമക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ക്ഷാമവുമില്ല. കോടിക്കണക്കിന് പട്ടിണി കുഞ്ഞുങ്ങൾ രാജ്യത്തുള്ളപ്പോൾ കോടികൾ മുടക്കി ദേവാലയം പണിയുന്നതിനല്ല പ്രാധാന്യം നൽകേണ്ടത്. 2 വർഷം പ്രയത്നിച്ചാണ് താൻ വാൽമീകി രാമായണം വിവർത്തനം ചെയ്തത്. ആ കഠിന പ്രയത്നത്തിന് അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ M. ലീലാവതി കൊച്ചിയിൽ പ്രതികരിച്ചു.
ശ്രീരാമന് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി ആളുകൾ കടന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്ഷേത്രം പണിയുന്നതിന് വേറെ ആളുകൾ രാമായണം വായിച്ചാൽ നന്നായിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ പൊരുളെന്താണെന്ന് അറിയാൻ ഉള്ള ശ്രമമല്ല. ഇങ്ങനെ ശ്രീരാമനും ക്ഷേത്രത്തിന് വല്ല ക്ഷാമമുണ്ടോ ഇന്ത്യയിൽ? പുതുതായിട്ടൊരു ക്ഷേത്രം പണിച്ച് എത്രയോ വലിയ തുക ചിലവാക്കിയിട്ട് പട്ടിണി കുഞ്ഞുങ്ങൾ, കോടിക്കണക്കിന് പട്ടിണി കുഞ്ഞുങ്ങളുള്ളൊരു നാട്ടിൽ ഒരു ദേവാലയം പണിയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള ആ ഒരു സമീപന രീതി രാമായണം വിവർത്തനം ചെയ്തിട്ടും എനിക്കില്ല. സംസ്ഥാനത്ത് തോട്ടം മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണ്. പ്രളയവും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയുമെല്ലാം പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ചെറുതും വലുതുമായ തോട്ടങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ സർക്കാർ വരുത്തിയ പരിഷ്കാരങ്ങൾക്കൊപ്പം പുതിയ പ്രഖ്യാപനങ്ങളാണ് തോട്ടം മേഖല ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിൽ പ്രഥമ സ്ഥാനമുണ്ട് തോട്ടം മേഖലയ്ക്ക്. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രാധാന്യത്തോടെയാണ് മേഖലയെ പരിഗണിച്ചത്. വിലത്തകർച്ചയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധിയിലാക്കിയ തോട്ടം മേഖലയ്ക്കായി സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ മേഖലയ്ക്ക് പുതുജീവൻ നൽകി. കാർഷികാദായ നികുതി ഈടാക്കുന്നതിൽ നിന്ന് തോട്ടങ്ങളെ മാറ്റി നിർത്തിയതായിരുന്നു പ്രധാന തീരുമാനം. പ്ലാന്റേഷൻ ടാക്സ് ഒഴിവാക്കി. തൊഴിലാളികളുടെ ലയങ്ങളുടെ കെട്ടിട നികുതി ഒഴിവാക്കുകയും തോട്ടമുടമകളും സർക്കാരും തുല്യ പങ്കാളിത്തത്തോടെ തൊഴിലാളികൾക്കായുള്ള പാർപ്പിട പദ്ധതി നടപ്പാക്കുവാനും തീരുമാനിച്ചു. ഇത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനാണ് തീരുമാനം. വേതനം കാലോചിതമായി പരിഷ്കരിക്കുന്നതിനും ESI പദ്ധതിയിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുവാനുമുള്ള നടപടികളും നടന്നുവരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്ലാന്റേഷൻ പോളിസി കൂടി നടപ്പിലാവുന്നതോടെ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തോട്ടം മേഖലയിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ കൃത്യമായും നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് ജോലി ചെയ്യുന്നത്. ഒരു സ്ഥിരതയുണ്ടാകും ഈ മേഖലയ്ക്ക് എന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. വയനാട് പ്രിയദർശിനി എസ്റ്റേറ്റിലെ പുതുമാതൃക മേഖലയോടുള്ള സർക്കാർ സമീപനത്തിന്റെ ഉദാഹരണമാണ്. ലയങ്ങളിലെ ദുരിത ജീവിതം വിട്ട് തൊഴിലാളികൾ പുതിയ വീടുകളിലേക്ക് മാറി. ആദ്യഘട്ടത്തിൽ 41ഉം രണ്ടാം ഘട്ടത്തിൽ 48 വീടുകളും ഇവിടെ സർക്കാർ നിർമ്മിച്ചു നൽകി. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകിയുള്ള ബജറ്റാണ് വയനാട് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഭൂരഹിതർക്കും അർഹരായവർക്കും പരമാവധി വേഗത്തിൽ പട്ടയം ലഭ്യമാക്കുകയാണ് LDF സർക്കാർ. 5 വർഷം കൊണ്ട് UDF സർക്കാർ നൽകിയതിലേറെ പട്ടയങ്ങളാണ് LDF സർക്കാർ 2.5 വർഷത്തിനിടയിൽ അനുവദിച്ചത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പട്ടയ വിതരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ UDF സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളിൽ ഭൂരിഭാഗവും ഭൂരഹിതർക്ക് പ്രയോജനപ്പെട്ടില്ല. ഉപയോഗശൂന്യമായ ഭൂമി വിതരണം ചെയ്തതിനാലാണിത്. 39,788 സീറോ ലാൻഡ്ലെസ് പട്ടയങ്ങളാണ് UDF സർക്കാർ വിതരണം ചെയ്തത്. ലാൻഡ് ട്രിബ്യൂണലുകൾ മുഖേന UDF സർക്കാർ 5 വർഷം കൊണ്ട് നൽകിയത് 89,884 പട്ടയങ്ങൾ. എന്നാൽ 2.5 വർഷത്തിനുള്ളിൽ LDF സർക്കാർ നൽകിയതാകട്ടെ 1,02,681 പട്ടയങ്ങളും. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഇത് ഇരട്ടിയിലേറെയാകും. കൂടുതൽ പട്ടയം നൽകിയത് തൃശൂർ ജില്ലയിൽ 30,123, കുറവ് പത്തനംതിട്ടയിലും 205. ഇടുക്കിയിൽ 2.5 വർഷം കൊണ്ട് LDF സർക്കാർ 20,354 പട്ടയങ്ങൾ നൽകി. എന്നാൽ 5 വർഷം കൊണ്ട് UDF സർക്കാർ നൽകിയതാകട്ടെ 23,142 പട്ടയങ്ങളും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അർഹതയുള്ളവർക്ക് പരമാവധി പട്ടയങ്ങൾ വേഗത്തിൽ നൽകുകയാണ് സർക്കാർ നയമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ സമീപനം, സർക്കാരിന്റെ നയം ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്നതാണ്. കൈവശമിരിക്കുന്ന ഭൂമിയുടെ രേഖ ലഭ്യമാക്കുക എന്നതാണ്. ഇത് ഒരു വലിയ ഔദാര്യത്തിന്റെ കാര്യമല്ല, ഒരുപാട് വർഷങ്ങളായി ലഭിക്കേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രത്തോളം വലുതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും നൂലാമാലകളും എല്ലാം. പട്ടയ വിതരണം ത്വരിതപ്പെടുത്തുവാൻ LDF സർക്കാർ 17 ലാൻഡ് ട്രിബ്യൂണലുകളും 29 സ്പെഷ്യൽ ട്രിബ്യൂണലുകളും ആരംഭിച്ചു. 1964 ഉപാധിരഹിത പട്ടയ വിതരണ ചട്ടങ്ങളിൽ ഇളവുകളും വരുത്തി. വില്ലേജ് ഓഫീസർമാർക്കും ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കും കൂടുതൽ അധികാരങ്ങളും നൽകി. പട്ടയങ്ങൾ പണയപ്പെടുത്തുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും നിലവിലുള്ള നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും വരുത്തി. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പട്ടയം വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
ഭൂരഹിതരായ പാവങ്ങൾക്ക് ഭൂമിയും അർഹരായ കർഷകർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയവും നൽകുക എന്നത് LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിനകം ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം നൽകിക്കഴിഞ്ഞു. കൂടുതൽ ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേബിൾ TV രംഗത്ത് ട്രായ് നടപ്പാക്കാൻ പോകുന്ന പുതിയ താരിഫ് ഓർഡർ ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് കേബിൾ TV ഓപ്പറേറ്റർമാർ. ട്രായുടെ പുതിയ തീരുമാനം കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലവിലെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കും. ഈ രംഗത്ത് ഉപജീവനം നടത്തുന്ന ലക്ഷങ്ങളെ ബാധിക്കുന്ന ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. അടുത്ത മാസം 1 മുതൽ ട്രായ് നടപ്പാക്കുന്ന പുതിയ താരിഫാണ് കേബിൾ ഓപ്പറേറ്റർമാരെയും വരിക്കാരെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുകയെന്ന് ഓപ്പറേറ്റർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാണുന്ന ചാനലുകൾക്ക് മാത്രം പണം നൽകി കാഴ്ചകൾ ആസ്വദിക്കുന്ന സുതാര്യ നിയമം കൊണ്ടുവരുന്നുവെന്നാണ് ട്രായുടെ അവകാശവാദം. എന്നാൽ പുതിയ താരിഫ് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് ഓപ്പറേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നു. 150 സൗജന്യ ചാനലുകളും 100-ലധികം പണം കൊടുക്കേണ്ട ചാനലുകളും 240 രൂപയ്ക്ക് കിട്ടിയിരുന്നത് പുതിയ സംവിധാനം വരുമ്പോൾ പണം നൽകിയുള്ള 20 ചാനലുകൾ ഉൾപ്പെടെ 170 ചാനലുകൾക്ക് മാത്രം 300 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. വൈദ്യുതി പോസ്റ്റ്, വാടക, ടെക്നീഷ്യന്മാരുടെ ശമ്പളം, നെറ്റ്വർക്ക് അറ്റകുറ്റപ്പണി, വൈദ്യുതി നിരക്ക് തുടങ്ങി കേബിൾ രംഗത്ത് ചെലവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ താരിഫ് ഓപ്പറേറ്റർമാർക്കും അവരുടെ കീഴിലെ തൊഴിലാളികൾക്കും വലിയ തോതിൽ വരുമാന നഷ്ടമുണ്ടാക്കുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന രീതിയിൽ പൊതുവെ ട്രായുടെ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ രംഗത്ത് ഒരു പൊതുവായ ഏകീകൃത രീതിയും ഒരു ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാകാൻ ഈ നിയമം തീർച്ചയായും നല്ലതാണ്. തീർച്ചയായും പ്രേക്ഷകന് അവരവരുടെ ഇഷ്ടപ്പെടുന്ന ചാനൽ തിരഞ്ഞെടുത്ത് കാണുന്നതിനുള്ള അവകാശത്തെയും അധികാരത്തെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടുള്ള ഇതിലെ അപാകതകൾ ശാസ്ത്രീയമായി വീണ്ടും ഒന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് അപാകതകൾ തിരുത്തി ഈ നിയമം നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. പേ ചാനലുകളുടെ MRP നിരക്ക് കുറയ്ക്കുക, കേബിൾ TVയുടെ അടിസ്ഥാന നിരക്ക് 150 ചാനലുകൾക്ക് 200 രൂപയായി നിശ്ചയിക്കുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കഴിഞ്ഞ 24-ന് 24 മണിക്കൂർ സിഗ്നൽ ഓഫ് ചെയ്ത് കേബിൾ ഓപ്പറേറ്റർമാർ പ്രതിഷേധിച്ചിരുന്നു. ഓപ്പറേറ്റർമാരെയും വരിക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ട്രായ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേബിൾ ഓപ്പറേറ്റർമാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. SP ചൈത്ര തെരേസ ജോണിനെതിരെ DYFI നേതാവിന്റെ കുടുംബം. റെയ്ഡ് നടത്തുന്ന സമയത്ത് ഭർത്താവ് തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ലെന്ന് DYFI നേതാവിന്റെ ഭാര്യ പീപ്പിളിനോട്. വീട് റെയ്ഡ് ചെയ്യുന്നതിനിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് DYFI നേതാവ് നിതിൻ ഫോണിൽ വീട്ടുകാരെ വിളിച്ചു എന്നാണ് ചൈത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി. ഈ ഫോൺ വിളിയെ തുടർന്നാണ് താൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതെന്നാണ് ചൈത്രയുടെ വാദം. ഇതോടെ ചൈത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചുവെന്ന് വ്യക്തമാകുകയാണ്. കഴിഞ്ഞ 24-ന് രാത്രി 11:30 തിരുവനന്തപുരം DCPയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ചൈത്ര തെരേസ ജോൺ 30-ലേറെ പോലീസുകാരുമായി പാണൻവിള BSNL ക്വാർട്ടേഴ്സിലെത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ ചില്ല് തകർത്ത കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട DYFI ഏരിയ സെക്രട്ടറി SS നിതിനെ അന്വേഷിച്ചായിരുന്നു പോലീസ് സംഘമെത്തിയത്. വീട്ടിനുള്ളിൽ കയറിയ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് നിതിന്റെ ഭാര്യ അർച്ചന പീപ്പിളിനോട് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് തന്റെ ഭർത്താവ് തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ലെന്ന് അർച്ചന വ്യക്തമാക്കി. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഫോൺ വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. DCP അങ്ങനെ ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ല. അവർ ചോദിച്ചായിരുന്നു എവിടെയായിരുന്നു, ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഡോറിൽ അടിച്ചിട്ട് അന്നേരം തുറന്നപ്പോഴത്തേക്ക് ഇങ്ങ് ഉള്ളിലോട്ട് കയറി എല്ലാ റൂമും തുറന്നു നോക്കി. പിന്നെ ഫുള്ള് പുറത്ത് നിന്നാണെങ്കിലും സാറുമാർ ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്കും. അല്ലാണ്ട് അവർ അങ്ങനെ ചോദിച്ചിട്ടില്ല, എവിടെയാണെന്നോ ഫോൺ വിളിക്കാനോ പറഞ്ഞിട്ടില്ല. വീട് റെയ്ഡ് ചെയ്യുമ്പോൾ നിതിൻ ഭാര്യയോട് താൻ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് പറയുന്നത് കേട്ടു എന്നും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതെന്നുമാണ് ADGP മനോജ് എബ്രഹാമിന് ചൈത്ര തെരേസ ജോൺ നൽകിയ മൊഴി. ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെയും ചൈത്ര ഇതോടെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ചൈത്ര തെരേസ ജോൺ തെറ്റ് ചെയ്തെങ്കിൽ നടപടിയെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. ചൈത്ര തെറ്റ് ചെയ്തോ എന്ന് സർക്കാർ അന്വേഷിക്കട്ടെ. തെറ്റ് ചെയ്താൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. വനിതാ മുന്നേറ്റം വേണമെങ്കിലും തെറ്റ് ചെയ്യാൻ വനിതകൾക്ക് അവകാശമില്ലെന്നും MC ജോസഫൈൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അല്ലാതെ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥയാണ് അവർ. ആ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്
നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച അത് സർക്കാർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് നടപടിയെടുക്കണ ആവശ്യമാണെങ്കിൽ എടുക്കാം. അതിലൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. വനിതാ മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് സ്ത്രീകൾക്ക് തെറ്റ് ചെയ്യാനെന്നുള്ള അനുവാദമൊന്നുമില്ല. അതെങ്ങനെയാണ്? ആണോ പെണ്ണോ എന്നല്ല, തെറ്റിൻ്റെ കാര്യത്തിൽ ആണും പെണ്ണും ഉണ്ടോ? തെറ്റ് ചെയ്താൽ സ്ത്രീ ആണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യണം. നമ്മളത് പറയേണ്ട കാര്യമില്ല. ഇടവേള. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് PSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് റൂട്രോണിക്സ്. ഫൈൻ ക്രാഫ്റ്റഡ് ട്രഡീഷണൽ കളക്ഷൻസ്. Siren 3 by Chungat Jewelry. Baba Easy English. Baba Easy English. Brides of India. Celebration Bridal Jewelry by Malabar Gold and Diamonds. ശബരിമല ദർശനം നടത്തിയ ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന് നേരെ കല്ലേറ്. കഴുത്തിനു പിറകിൽ പരിക്കേറ്റ മഞ്ജുവിനെ പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപം വെച്ചാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കല്ലേറെന്ന് മഞ്ജു പോലീസിന് മൊഴി നൽകി. അതേസമയം മഞ്ജു പറയുമ്പോഴാണ് വീടിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇക്കാര്യം അറിയുന്നത്. രാത്രി വീടിന് സമീപം ഇരുട്ടത്ത് നിന്നവരാണ് കല്ലെറിഞ്ഞതെന്ന് മഞ്ജു പോലീസിന് മൊഴി നൽകി. മഞ്ജുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കും. ആദായ നികുതി റിട്ടേൺ രേഖകൾ പുനഃപരിശോധിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും UP അധ്യക്ഷ സോണിയാഗാന്ധിയും മുൻ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസും നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഇവരുടെ 2011-12 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ ആദായ വകുപ്പിന് പുനഃപരിശോധിക്കാമെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളരുതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ AK സിക്രി, അബ്ദുൽ നസീർ, MR ഷാ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇവരുടെ ആദായ നികുതി റിട്ടേൺ കൃത്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആദായ നികുതി വകുപ്പിനെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് നാഷണൽ ഹെറാൾഡ് ഇടപാടുമായി ബന്ധമുണ്ടെന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റപത്രത്തോടൊപ്പമുള്ള എല്ലാ രേഖകളും നൽകണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. എന്നാൽ ദിലീപിന്റെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പോലീസ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ദിലീപ് ആവശ്യപ്പെട്ട 35 രേഖകളിൽ 7 രേഖകൾ ഒരു കാരണവശാലും കൈമാറാനാകില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 10ാം ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാവിലെ 10-ന് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്യും. 30-ന് വനിതാ സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ടും ഉദ്ഘാടനം ചെയ്യും. വിദേശ പ്രതിനിധികളടക്കം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗസലുകളുടെയും സിത്താറിന്റെയും സാഹിത്യത്തിന്റെയും നാട് മാത്രമല്ല, രുചിപ്പെരുമയുടെ നാട് കൂടിയാണ് കോഴിക്കോട്. ഈ രുചിപ്പെരുമ വിളിച്ചറിയിക്കുന്ന സരോവരം പാർക്കിലെ ഫുഡ് ഫെസ്റ്റിൽ ആസ്വാദത്തിനായി ആയിരങ്ങളാണ് സായാഹ്നങ്ങളിൽ എത്തുന്നത്. തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അൽവ മനസ്സുള്ളൊരീ കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കോഴിക്കോട് വന്നു ചേർന്നവരെല്ലാം പാട്ടും സാഹിത്യവും പോലെ അവരുടെ രുചിക്കൂട്ടുകളും കോഴിക്കോടൻ സംസ്കാരത്തിനൊപ്പം ചേർത്തു. ഹൽവയുടെയും ബിരിയാണിയുടെയും കുഴിമന്തികളുടെയും ഉപ്പേരിയുടെയും കായവറുത്തതിന്റെയും മണമുയരുന്ന കോഴിക്കോട്. കോഴിക്കോട്ടെ ഓരോ ഹോട്ടലുകൾക്കും തട്ടുകടകൾക്ക് പോലും തനതായ രുചിവൈഭവങ്ങളുണ്ട്. ഭക്ഷണപ്രിയരായ കോഴിക്കോട്ടുകാർ രുചിഭേദങ്ങൾക്കായി ഇവ തേടി പോവുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി രുചിവൈഭവങ്ങൾക്കായുള്ള ഈ ഓട്ടപ്പാച്ചിലില്ല. എല്ലാ വിഭവങ്ങളും ഒരുമിച്ചൊരു സ്ഥലത്ത്. ഫുഡ് ഫെസ്റ്റ് സൂപ്പറാണ്. വെറൈറ്റി ഓഫ് ഫുഡ്സ് ആണ്. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണുള്ളത്. പിസ്സ കഴിച്ചു, പിന്നെ കസ്റ്റാർഡ് കഴിച്ചു. മൊത്തത്തിൽ ആകെ ലെവൽ വൈബാണ്, അടിപൊളി.
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഫുഡ് ഫെസ്റ്റിൽ ജില്ലയിലെ 76 സ്റ്റാളുകളിലായി 62 ഹോട്ടലുകളാണ് വിഭവങ്ങളുമായി സരോവരം പാർക്കിൽ ആളുകളെ വരവേൽക്കുന്നത്. കോഴിക്കോട് എങ്ങനെ ഒരു ടൂറിസം ഫുഡുമായി ബന്ധപ്പെട്ട് ഒരു ടൂറിസം വികസിപ്പിച്ചെടുക്കാനും വരും കാലങ്ങളിൽ ഇത് കണ്ടിന്യൂ ആയി നടത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയിട്ടാണ് ഇത് ആലോചിച്ചത്. ഒരിക്കലും ഞങ്ങൾ ഇത്രത്തോളം സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോട്ടെ ഭക്ഷണപ്പെരുമയും ഭക്ഷണപ്രിയരെയും നേരിൽ കണ്ടറിയാനുള്ള അവസരം കൂടിയായി മാറുകയാണ് ഈ ഫുഡ് ഫെസ്റ്റ് സായാഹ്നങ്ങൾ. കേക്കുകൾ, അച്ചാറുകൾ, ഐസ്ക്രീമുകൾ തുടങ്ങിയവയൊക്കെ വ്യാവസായികാടിസ്ഥാനത്തിൽ തയ്യാറാക്കാൻ വേണ്ട യന്ത്ര സംവിധാനങ്ങൾ മുതൽ 35 രൂപയ്ക്ക് ഒന്നാം തരം ഹാൻഡ് വാഷ് വരെ ഹോട്ടൽ ഉപകരണങ്ങളുടെ പ്രദർശന സ്റ്റാളുകളിലുണ്ട്. സമ്മേളനം അവസാനിക്കുന്ന ചൊവ്വാഴ്ചയോടെ ഫുഡ് ഫെസ്റ്റിനും സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനകീയ വനിതാ വേദിയുടെ ഇക്കൊല്ലത്തെ പുനലൂർ ബാലൻ പുരസ്കാരം കവി വിനോദ് വൈശാഖിക്ക്. കൈതമേൽ പച്ച എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിനോദ് വൈശാഖിക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ, ബാബു മകരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.